Hello viewers, Namaste. Welcome to another new video of WinTrader. എൻ്റെ പേര് Ganga Dev. വിളിക്കേണ്ട നമ്പർ 9061973737. കാരണം ഞാൻ ഇപ്പം കാണിക്കാൻ പറഞ്ഞ നിങ്ങൾക്ക് ലൈവായിട്ടാണ് ഈ സ്ട്രാറ്റജിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഓൺലൈൻ ഇതിന് കാണാനുള്ള അവസരമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഓഫീസ് വിസിറ്റ് ചെയ്യാം. നമ്മുടെ ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തല KSRT സ്റ്റാൻഡ് അടുത്തായിട്ടാണ് ഓഫീസ് വരുന്നത്. ഡയറക്റ്റ് വരാൻ പറ്റുന്നവർക്ക് വരാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ ബാക്കി എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന വിധം എല്ലാം ഫുൾ പറഞ്ഞുതരും. ഇല്ലാത്തവർക്ക് ഓൺലൈൻ തന്നെ ഇത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈൻ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും, അത് പറഞ്ഞു തരും. ട്യൂട്ടോറിയൽ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആഫ്റ്റർ ദാറ്റ് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് എൻ്റെ നമ്പറിൽ വിളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിനകത്ത് ലൈവ് സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് വരാം. അപ്പം ഓപ്ഷൻ ബൈയിങ്ങിൽ നമ്മൾ ഡയറക്റ്റ് പ്രീമിയം ചാർട്ട് നോക്കി എങ്ങനെ ട്രേഡ് ചെയ്യുന്നതാണ് ഞാൻ ഇന്നത്തെ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ മാർക്കറ്റ് ഇപ്പം സെല്ലോട്ട് പോവാണ്. അപ്പോൾ അതനുസരിച്ച് ഞാനൊരു പ്രീമിയം ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 40,900 40,900 പുട്ട് ഓപ്ഷനാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്പോൾ നമുക്ക് പുട്ടിൽ ബൈ വന്നിരിക്കുകയാണ് 457.70. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ അപ്പാരോ ബൈ ആണ്. ഇതാണ് ബൈയുടെ ഇൻഡിക്കേഷൻ. ഈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജ് നമ്മുടെ സ്ക്രീനിൽ തന്നെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. അത് നിങ്ങൾക്ക് സൗണ്ടോടുകൂടി കേൾക്കാൻ കൂടി പറ്റും. അപ്പോൾ ഈ ഇതിനകത്ത് എഴുതി കാണിച്ചു തരും. അപ്പോൾ സിഗ്നൽ വന്ന ഉടനെ നമുക്ക് എഴുതി കാണിച്ചു തരും ഏത് റേറ്റിൽ ഞാൻ ബൈ എടുക്കണം, ഏത് റേറ്റിൽ സെൽ എടുക്കണം, ഡീറ്റെയിൽസ് നമുക്ക് സോഫ്റ്റ്വെയറിനകത്ത് എഴുതി കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരുന്ന എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കത്തില്ല. അപ്പോൾ ഈ വരുന്ന സിഗ്നൽ കൺഫേം ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. ആ കൺഫർമേഷൻ ചെക്ക് ചെയ്യാൻ സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ കൺഫർമേഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബൈ വന്നു, അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 40,900 ആണ്. 40,900 നമ്മൾ ബൈ വന്നു. ആ ബൈ വന്ന ശേഷം നിങ്ങൾ നോക്കണം, താഴെ ഏറ്റവും താഴെ ഒരു ബാറുണ്ട്. ആ ബാർ ഗ്രീൻ ആയിരിക്കണം. ബൈ ആണെങ്കിൽ അത് എപ്പോഴും ഗ്രീനിൽ തന്നെ ആയിരിക്കണം. ഫസ്റ്റ് കൺഫർമേഷൻ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. പിന്നെയുള്ള രണ്ടാമത്തെ ഒരു കൺഫർമേഷൻ പ്രൈസുടെ ബൈസ് ഓൺ ഓപ്ഷൻ ബൈസിൽ എപ്പോഴും നമ്മൾ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഈ രണ്ട് കൺഫർമേഷൻ വേണം. അതായത് ബാർ കൺഫർമേഷൻ ഉണ്ടായിരിക്കണം, താഴത്തെ ആരോ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈസ് ഓൺ ആയിരിക്കും. ഇത് രണ്ട് മസ്റ്റാണ്. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ട്രേഡ് എടുക്കാം. ഇത് രണ്ടും ഇല്ലാതെ ട്രേഡ് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, റെഡ് സ്റ്റാർ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. താഴത്തെ ബ്ലൂ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്ന ലെവലാണ്. അതായത് നോർമലി അത് റെസിസ്റ്റൻസ് ഇപ്പോൾ ഇല്ല. ഈ ഒരു ബൈ വന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാവുന്ന, അപ്പം നമ്മൾ മാർക്കറ്റിൽ കയറാനുള്ള ചാൻസ് തന്നെയാണ്. അപ്പം നമ്മൾ എന്തായാലും താഴത്തെ ബാറും പ്രൈസ് ഓൺ ഇൻ കേസ് ഇല്ലെന്നുണ്ടെങ്കിലും ഒരു മിനിമം ഒരു 10 പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ട്രേഡ് എടുക്കാം. കൺഫർമേഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കണമെങ്കിൽ മിനിമം ഒരു 10 പോയിന്റ് വേണ്ടി നമുക്ക് റിസ്ക് ഇല്ലാതെ അവിടെ ട്രേഡ് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ രണ്ട് കൺഫർമേഷൻ. അപ്പം ഇന്നത്തെ ഇതനുസരിച്ച് ഈ ഒരു ബൈ വന്നത് ഞാൻ പറഞ്ഞ ബൈ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് അലർട്ട് മെസ്സേജ് വരും. ഏറ്റവും മേഖല അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കാണിക്കും. 457.70 10.39 ഡീറ്റെയിൽസ് മേഖലയിൽ കാണിക്കുക. നമുക്ക് ബൈ വന്ന് ആ ബൈ വരുമ്പോൾ തന്നെ നമ്മൾ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ തന്നെ അതിൻ്റെ എക്സിറ്റ് ലെവൽ കൂടെ കാണിക്കും. ഇത് 457.70 നമ്മൾ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സിറ്റ് ലെവൽ 503 നമുക്കൊരു എക്സിറ്റ് ഉണ്ടായിരുന്നു. 503.50 നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യായിരുന്നു. 540 സെക്കൻഡ് ടാർഗറ്റ് ആയിരുന്നു. 576.70 576.70 തേർഡ് ടാർഗറ്റ് ആയിരുന്നു. 3 ടാർഗറ്റ് സോഫ്റ്റ്വെയറിനെ കാണിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് തന്നെ ഇനഫാണ്. സോഫ്റ്റ് നമുക്ക് 3 ടാർഗറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ 1-2 ലോട്ടിലല്ല നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പം 457.70 അല്ല പോട്ടെ, 458 അല്ലെങ്കിൽ 460 എടുക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. 457.70 നിങ്ങൾ 503 നിങ്ങൾ ലോട്ട് ആ ഒരു ലെവലിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ ട്രേഡിൽ ഒരൊറ്റ സിംഗിൾ ടാർഗറ്റിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആവും. പിന്നെ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് കൊടുത്തേക്കുക. ഈ ഒരു ആ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ എക്സിറ്റ് കൊടുത്തേക്കുക. പിന്നെ സെക്കൻഡ് ടാർഗറ്റ് അങ്ങനെ നോക്കാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10 പോയിന്റ് ആണെങ്കിലും ഒരു 15 പോയിന്റ് ആണെങ്കിലും ലോട്ട് കൂട്ടിയിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ അത് കട്ട് ചെയ്തേക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷനിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഈ നമ്മളിപ്പം ഒരു 2000-3000 പറയുന്നത് സിമ്പിളാണ്, വെറുതെ നമുക്ക് പെട്ടെന്ന് അത് കിട്ടും. പക്ഷെ നമ്മൾ ആ രീതിയിൽ അതിനെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രീമിയം ചാർട്ട് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഏത് പ്രീമിയം ഇൻ ദ മണിയാണ്, അറ്റ് ദ മണിയാണ്, ഔട്ട് ഓഫ് ദ മണിയാണ്, ഏത് വേണമെങ്കിലും നമ്മൾ ഇതിനകത്ത് ചാർട്ട് ആഡ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ ഇതിനകത്ത് സോഫ്റ്റ്വെയർ നമ്മൾ എങ്ങനെ യൂസ്, ഇപ്പം ഓപ്ഷനിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ഓരോ ലെവൽ എടുക്കണം എന്നുള്ളത് നമ്മൾ ഫുൾ പറഞ്ഞു തരുന്നതാണ്.
അപ്പോൾ സിമ്പിളാണ്. നമുക്ക് വേണ്ട സ്ട്രൈക്ക് നിങ്ങൾക്ക് പുട്ടാണ് കോളാണ് സെലക്ട് ചെയ്യുന്നത് അറിയാൻ പറ്റാത്തവർക്ക് നമ്മൾ ഫുള്ള് അത് ആദ്യം തൊട്ട് ഇതൊന്ന് പറഞ്ഞു തരും, എങ്ങനെ ഫോളോ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു തരും. നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയിട്ടാണ് നമുക്ക് ട്രെൻഡും സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടത് ഏതാണോ അത് ഏത് സ്ട്രൈക്കാണോ വേണ്ട ആ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്ക് ഇതാണ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിൻ്റെയാണ്. ഈ ചാർട്ട് നമുക്ക് ഇതാണ് ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷൻ വരും, അതിൻ്റെ താഴെ പുട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ താഴെ നമുക്ക് മന്ത്ലി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചാർട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓരോരോ സ്ട്രൈക്ക് പ്രൈസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണം അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിനും സോഫ്റ്റ് സിഗ്നൽസ് കാണിച്ചിട്ട് ഇതുപോലെ മെസ്സേജ് നമുക്ക് ആ ഒരു സ്ട്രൈക്കിൽ എത്ര എൻട്രി വന്നു, അത് എത്രയ്ക്ക് എക്സിറ്റ് ചെയ്യണം, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എത്ര വെക്കണമെന്ന് അതിൻ്റെ ചാർട്ടിൽ തന്നെ കാണിച്ചു തരും. സൈഡ് ഇൻഡിക്കേഷൻ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞോളൂ, ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പർച്ചേസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ പറഞ്ഞു ഈ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഡയറക്റ്റ് വീഡിയോയുടെ അല്ല വാട്സപ്പിൻ്റെ ഡയറക്റ്റ് നമ്പർ എന്താണ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ചാറ്റിൽ വരാം. മെസ്സേജ് ഇട്ടാൽ മെസ്സേജ് ഇട്ടാൽ കോൾ ചെയ്യാം, ഡയറക്റ്റ് കോൾ ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അപ്പം നമ്മൾ ഫുൾ പറഞ്ഞു. ഇപ്പം ഞാനിപ്പോൾ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് വരുന്നതാണ്, നമുക്ക് എല്ലാ ദിവസവും വീഡിയോസ് വരുന്നുണ്ട്, എല്ലാ ലാംഗ്വേജിലും നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. 2009 തൊട്ട് നമ്മൾ മാർക്കറ്റിലുള്ളതാണ്. അപ്പം ഞാനിപ്പം പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ ആൾക്കാരും ഒരേപോലെ ജ്ഞാനമുള്ള ആൾക്കാരല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ട് അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. അതാണ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഈ അറിയാത്ത ആൾക്കാർ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഇതിൻ്റെ ബേസിക് തൊട്ട്, അതായത് നമ്മുടെ സോഫ്റ്റ് എണ്ണത്തെ ഒരു പ്രീമിയം ചാർട്ട്, അതായത് ഏത് ലെവലിൽ തന്നെ ഏത് ഇപ്പോൾ അറ്റ് ദ മണി ഇൻ ദ മണി ഔട്ട് ഓഫ് ദ മണി പോലും അറിയാത്ത ആൾക്കാരുണ്ട് നമുക്ക്. കാരണം നമ്മൾ ഒരു ദിവസം ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഒരാൾക്കാർക്ക് എങ്ങനെയുള്ള ഇതുള്ളതെന്ന് നമുക്ക് അറിയാം. അപ്പം ഞാനിപ്പം പറഞ്ഞു വന്നിട്ടുള്ളൂ, ഞാൻ കാണിച്ചത് ഇപ്പം പ്രീമിയത്തിൻ്റെ ചാർട്ട് മാത്രമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഫുള്ള്, അതായത് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ മെയിൻ അസറ്റ് നോക്കിയിട്ട് അതിനെ എങ്ങനെ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം എന്നുള്ള ഫുള്ള് നമ്മളിവിടെ പറഞ്ഞു തരും. ഒന്നെങ്കിൽ എൻ്റെ ഓഫീസിലോട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ഇതെല്ലാം പറഞ്ഞു തരും, ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പം പിന്നെ നമ്മൾ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. കാരണം ഇത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഷൻ 8.1 ആണ്. നെക്സ്റ്റ് അപ്ഡേഷൻ വരും. ആ അപ്ഡേഷൻ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് അപ്ഡേഷൻ ഫ്രീ ആണ്. നമ്മൾ GST രജിസ്റ്റേർഡ് കമ്പനിയാണ്. അപ്പം നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ചെയ്തു തരും. അപ്ഡേഷൻ എല്ലാം കസ്റ്റമേഴ്സിന് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് ഞാൻ തന്നെ പറഞ്ഞു തരും. കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പർ താഴെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. ആൻഡ് thank you for watching my video.